ഇനി പഴയ ഗുണ്ടായുസവുമായി നടന്നാൽ പണി പാളുമെന്ന് തിരിച്ചറിയുന്നുണ്ട് CPM. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കാട്ടുകൂട്ടിയ തെമ്മാടിത്തരത്തിന് പലിശ അടക്കം തിരിച്ചു കിട്ടുമ്പോൾ മറുപടിയില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്. കേരളം ഭരിക്കുന്ന UDF-ഉം VD സതീശനും മുഖം നോക്കാതെ നിയമ നടപടികൾ എടുക്കുമെന്ന് CPM തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നവകേരള യാത്രയിലെ പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തകരുടെ തൊപ്പി തെറിച്ചു കഴിഞ്ഞു. പിന്നാലെ തലസ്ഥാനത്ത് അക്രമം അഴിച്ചുവിട്ട കുട്ടി സഖാക്കന്മാരെ ഒന്നൊന്നായി അഴിക്കുള്ളിലേക്ക് ആനയിക്കുന്നുമുണ്ട് പോലീസ്. 200 പേരാണ് അഴിയെണ്ണാൻ കാത്തിരിക്കുന്നത്. ഇതിനു പുറമെ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത CPM അണികൾ ഇപ്പോഴും അകത്താണ്. കൊലക്കുറ്റത്തിന് കേസ് എടുത്തതോടെ EDയെ ആക്രമിച്ചവർ ഉടനെയൊന്നും പുറത്തിറങ്ങില്ലെന്ന് ഉറപ്പാണ്. മാത്രമല്ല നാശനഷ്ടം അവരിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന് കോടതി അറിയിച്ചതോടെ വീടും പറമ്പും വരെ സർക്കാർ കൊണ്ടുപോകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതോടെ CPM കേന്ദ്രങ്ങൾ ആകെ വിറച്ച മട്ടാണ്. ആന കുത്താൻ വന്നാലും നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തന്റേടമുള്ള സഖാക്കന്മാരിൽ നിന്ന് ഇപ്പോൾ ഒളിക്കാൻ ഇടം തേടുന്നുണ്ട് CPM-കാർ. പോലീസ് കേസുകൾ ഓരോന്നായി കുത്തിപ്പൊക്കുന്നുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന പഴയ പരിപാടിക്ക് മാറ്റം വന്നുവെന്ന് ചുരുക്കം. CPM ഭയന്ന് തുടങ്ങിയെന്നതിന് ഏറ്റവും പുതിയ തെളിവ് പുറത്തു വരുന്നുണ്ട് അങ്ങ് മരടിൽ നിന്ന്. CPM-ന് ശക്തമായ സ്വാധീനമുള്ള കേന്ദ്രമാണ് മരട്. ഇവിടെ മുഖ്യമന്ത്രി VD സതീശന്റെ ഫ്ലെക്സ് CPM നേതാക്കൾ അടിച്ചു തകർത്തിരുന്നു. തൊട്ടു പിന്നാലെ CPM സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് മുടക്കി തന്നെ ഫ്ലെക്സ് ബോർഡ് തിരിച്ച് സ്ഥാപിച്ചു കഴിഞ്ഞു. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണത്. എന്തും നശിപ്പിച്ച ശീലമുള്ള CPM-ന് നശിപ്പിച്ചതൊന്നും തിരിച്ചു സ്ഥാപിക്കുന്നത് പതിവില്ല. മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് മരട് കൊട്ടാരം ജംഗ്ഷനിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡാണ് CPM പ്രവർത്തകർ നശിപ്പിച്ചത്. പിണറായി വിജയന്റെ വീട്ടിലെ ED പരിശോധനയിൽ പ്രതിഷേധിച്ച് മെയ് 27-ന് CPM നടത്തിയ പ്രകടനത്തിനിടെയാണിത് നശിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ശക്തമായി രംഗത്തു വന്നിരുന്നു. പിന്നാലെ മരടിലെ കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി ഇറങ്ങി CPM-നെതിരെ തിരിഞ്ഞു. പന്തം കൊളുത്തി പ്രകടനം വരെ നടത്തിയാണ് കോൺഗ്രസ് പ്രതിരോധിച്ചത്. മരട് പോലീസിൽ പരാതിയും നൽകി. പോലീസ് കേസ് അന്വേഷിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് രായ്ക്ക് രാമായണം CPM തിരിച്ച് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി മരട് പോലീസ് കേസെടുത്തതോടെ നേതാക്കന്മാർ ഒളിവിൽ പോവുകയും ചെയ്തു. പോലീസ് എടുത്ത വീഡിയോ തെളിവാക്കിയാണ് കേസെടുത്തത്. തുടർന്ന് നടന്ന സമവായ ചർച്ചയിലെ ധാരണ പ്രകാരമാണ് CPM-ന്റെ ചെലവിൽ ബോർഡ് പുനഃസ്ഥാപിച്ചതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പീറ്റർ പറഞ്ഞു. CPM പ്രാദേശിക നേതാക്കൾ പണം നൽകി ഫ്ലെക്സ് അടുപ്പിച്ച ശേഷം തൊഴിലാളികളെ നിയോഗിച്ച് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യമാണ് ആദ്യമേ സൂചിപ്പിച്ചത്. CPM ഭയന്നു തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ കേരളം ഭരിച്ച കഴിഞ്ഞ 10 വർഷം CPM ഇവിടെ അഴിഞ്ഞാടിയിരുന്നു. പല കേന്ദ്രങ്ങളിലും കോൺഗ്രസിന്റെ കൊടി പോലും സ്ഥാപിക്കാൻ CPM സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ എല്ലാത്തിനും കാലം കണക്ക് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും പുതിയ തെളിവ് മരടിൽ നിന്ന് കണ്ടുവെന്ന് മാത്രം.